മണ്ഡലത്തിൽ LDF-ഉം BJP-യും തമ്മിൽ ഡീലെന്ന് UDF ആരോപണം. പാലക്കാട്ട് CPM ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി BJP-ക്ക് സീറ്റ് നൽകാൻ നോക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ആകെ 10 സീറ്റുകളിൽ ഡീൽ നടക്കുന്നുണ്ട്. CPM BJP ഡീൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും പറഞ്ഞു. അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് എടുത്തൊഴിയോ, ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ ഇലക്ഷൻ. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു LDF. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDF-ന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്തത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ ഒരു മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. അതാണ് എൻ്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കുമില്ല, കേരളത്തിൽ ഒരാൾക്കുമില്ല. അതാണ് എനിക്കുള്ള മറുപടി. ഇവിടെ ഇന്ത്യയിലെ എല്ലാ BJP ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ സെറ്റിൽമെൻറ്റാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാവും. മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് BJP-യുമായിട്ട്. ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ ഇപ്രാവശ്യം അതിനെയെല്ലാം മറികടന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനം അതിശക്തമായി ആഗ്രഹിക്കുന്നു ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ പ്രതികരണമാണ് കണ്ടത്. കൊച്ചിയിൽ നിന്ന് ഗോപിക അരവിന്ദും പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മലും ചേരുന്നു. ആദ്യം ഗോപികയിലേക്ക് പോകുന്നു. ഗോപിക, ഇതിപ്പോൾ പാലക്കാട് ഉൾപ്പെടെ 10 സീറ്റുകളിൽ BJP-യും CPM-ഉം തമ്മിൽ ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാടടച്ച് വെടിവെക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവുകൾ നിരത്താനുണ്ടോ ഈ ആരോപണത്തിന് പുറത്ത് പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും? അത്തരത്തിൽ സേഫ് പറഞ്ഞതുപോലെ തന്നെ ഏത് സീറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ഡീല് എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ ഇത്തരത്തിലൊരു കാർഡടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള മറുപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഏതൊക്കെ സീറ്റുകളിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് പാലക്കാട് സീറ്റുകളിൽ CPM ഏറ്റവും ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വഴി BJP സീറ്റ് അവർക്ക് ലഭിക്കുകയും ഇതുവഴി CPM-ന് BJP ഒത്താശ ചെയ്തുകൊണ്ട് 10 സീറ്റുകൾ അടക്കം ഒരു ഡീല് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ 2020 എറണാകുളം ജില്ലയിലെ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമുള്ള ഈ 2020 പല സ്ഥലങ്ങളിലും ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ഇതും ഈ ഡീലിന്റെ ഭാഗം തന്നെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കൂടാതെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ വളരെ മോശം പാർട്ടിയാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞു. എന്നാൽ അത് പറയാൻ അദ്ദേഹത്തിന് എന്താണ് യോഗ്യത എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചോദിച്ചത്. കാരണം അദ്ദേഹം ഒരു ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ തന്നെ BJP പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നല്ല അദ്ദേഹം 3 തവണ രാജ്യസഭാ അംഗമായി എത്തിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ള യാതൊരു അവകാശവും രാജീവ് ചന്ദ്രശേഖറിന് ഇല്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതുകൂടാതെ തന്നെ അദ്ദേഹം ഈ സീറ്റിന്റെ കാര്യത്തിൽ കൃത്യമായ ഏതൊക്കെ സീറ്റുകളിലാണ് എന്നുള്ളൊരു വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, അതിനുള്ള തെളിവുകളോ പറഞ്ഞിട്ടില്ല. പക്ഷേ എടുത്തു പറയുന്നത് ഈ പാലക്കാട്ടെ കാര്യം തന്നെയാണ്. കാരണം CPM ഇത്തരത്തിലൊരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വഴി BJP-യും CPM-ഉം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിലുള്ളതെന്നും ഇതുവഴി കോൺഗ്രസിന്റെ വോട്ടുകൾ പോലും സ്പ്ലിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ അദ്ദേഹം ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കുമ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കാൻ പറയുന്നിടത്ത് അദ്ദേഹം ഒപ്പുവെക്കുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു ഇരട്ടച്ചങ്കനാണെന്ന് ഇവിടെ പറയുമെങ്കിലും ഡൽഹിയിൽ പോയാൽ അദ്ദേഹം 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ശരി, പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മൽ